ഈ കാണുന്ന പള്ളിയിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലം ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇന്ന് നമ്മൾ പോകേണ്ടത് മസ്ജിദുൽ ഖുബയിലോട്ടാണ് കേട്ടോ. മദീനയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ആണ് ഖുബ എന്നുള്ള ഗ്രാമത്തിലോട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലോട്ട് ഹിജറ വന്നപ്പോൾ ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഖുബ. അപ്പൊ ആ വന്നിറങ്ങിയ സ്ഥലത്ത് ഒരു പള്ളി വേണമെന്നുള്ള സ്വഹാബികൾക്കൊക്കെ ഒരു ആവശ്യമായി വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം പ്രമുഖ സ്വഹാബികളും ചേർന്ന് തറക്കല്ലിട്ട് നിർമ്മിച്ച പള്ളിയാണ് കേട്ടോ മസ്ജിദുൽ ഖുബ. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ ഖുബ. പള്ളിന്റെ ഉൾവശമാണ് കേട്ടോ ഇപ്പൊ ഈ കാണേണ്ടത്. ഇതിന് റൂഫ് ടോപ്പ് ഇല്ല കേട്ടോ പള്ളിക്ക്. ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് കാണാം. ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. അത് ഇച്ചിരി വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. നല്ല എയർ കണ്ടീഷൻ വെച്ച് നല്ല ടെമ്പറേച്ചർ ഒക്കെ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കോർട്ട്യാർഡ് പോലെ, അതായത് നമ്മള് വീടിനൊക്കെ നടുമുറ്റുണ്ടാവില്ല, അതുപോലെയാണ് പള്ളിന്റെ സെന്റർ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പള്ളിന്റെ സൈഡിലൊക്കെ റൂഫ് ടോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ പള്ളിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂട്ടുന്നത് എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് ഉണ്ട്. ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്ത് 2 റക്അത്ത് മസ്ജിദുൽ ഖുബയിൽ വന്ന് നിസ്കരിച്ചാൽ അവർക്ക് ഒരു ഉംറ ചെയ്ത പ്രതിഫലം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ പള്ളിക്ക് ഇത്ര ഇമ്പോർട്ടൻസ്. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പള്ളിയും കൂടിയാണ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്, ഉള്ളിലായാലും പുറത്തൊക്കെ കുറെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഈ പള്ളിന്റെ സമീപത്ത് ഒരു കിണറുണ്ടായിരുന്നു. അപ്പൊ നിലവിൽ ഇപ്പൊ ആ കിണറില്ല, അവിടെ ഇപ്പൊ ഒരു മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. ആ കിണറിന്റെ ചുറ്റുഭാഗത്തായിട്ട് റസൂലുള്ളാഹിയും പിന്നെ സ്വഹാബിമാരൊക്കെ ഒരുമിച്ച് ഇരുന്നുണ്ടായിരുന്നു.